Hello, my dears. Welcome back to yet another vlog, yet another episode. So, welcome back to my YouTube channel, Unfiltered Stories with me, Revati Balachandar. And first, starting in Mumbai, wishing my subscribers, followers, well wishers, and the video കാണുന്ന എല്ലാവർക്കും a very very അടിപൊളി happy new year. So, എന്തൊക്കെയുണ്ട് ന്യൂ ഇയർ ആയിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ, ന്യൂ ഇയർ സ്പെഷ്യൽ പ്ലാൻസ് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാനിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആൻഡ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കമന്റ് ഡൗൺ ചെയ്ത് പറയാം. കഴിഞ്ഞ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സിന്റെ ഫേസ് മേക്കപ്പ് പ്രോഡക്ട്സിന്റെ വീഡിയോ ഇട്ട പറ്റും അതിലും പറയുന്നുണ്ടായിരുന്നു ലൈക്ക് അതിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത പാർട്ടായിട്ട് എന്താ പറയുക ഐ മേക്കപ്പ് പ്രോഡക്ട്സ് ആൻഡ് ലിപ് മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ച് ചെയ്യാമെന്നുള്ളത്. സോ അതിനെക്കുറിച്ചുള്ള കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോയിലും എനിക്ക് DM ആയിട്ട് ഇൻസ്റ്റയിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. സോ യെസ്, സോ ആസ് യു ഓൾ റിക്വസ്റ്റഡ് ഐ ആം ഹിയർ ടു ഡു ദാറ്റ്. സോ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ്. യെസ്, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ വീഡിയോ. Once again, welcoming you all to my channel and yeah, happy new year. Thank you for choosing to watch this video. So yes, let's get started. സോ യെസ്, അപ്പോൾ ഈ ഒരു ബോക്സിലാണ് എൻ്റെ ഐ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇത് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല. നോർമൽ നമ്മുടെ കാജൽ, ഐലൈനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് കണ്ണിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് കാജൽ ഒക്കെ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം. ഞാൻ സ്ഥിരം ഒരു എന്താ പറയാ കാജൽ പേഴ്സൺ ആണ്. പണ്ട് തൊട്ടേ വേറെ മേക്കപ്പ് ഒന്നും ഫേസിൽ യൂസ് ചെയ്തില്ല. പക്ഷേ ഇതുപോലെ കരി എഴുതും, പൗഡർ ഇടും, പൊട്ടിടും, പോവും. ഇതാണ് എൻ്റെ ഗോ ടു ഇതായിരുന്നത് കുഞ്ഞിലെ തൊട്ടേ. കാജൽ ഇത് കാണിക്കാം. സോ ഇപ്പൊ എന്റെ കയ്യിൽ റീസെന്റ് ആയിട്ട് ഇരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ദിസ് ഇസ് ഡാസ്ലർ എറ്റേണയുടെ ജെൽ ഐലൈനർ ആണ്, മാറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ്. ഇത് ആക്ച്വലി റീസെന്റ് ബൈ ആണ് കേട്ടോ. ഞാൻ ഇതുവരെയും ഇത് യൂസ് ചെയ്തിട്ടില്ല, എന്റെ ഫസ്റ്റ് ടൈം ബൈ ആണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലമ്മിന്റെ കാജലായിരുന്നു, ഐ ഗസ്. അതിന് മുമ്പ് എനിക്കും ജസ്റ്റ് ഹബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആയിരുന്നു. സോ ഇത് സിസ്റ്ററിലോ യൂസ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ മേടിക്കുന്നത് കേട്ടോ. എനിക്കിത് നല്ല പിഗ്മെന്റഡ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ കണ്ട് ഞാൻ കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴത്തേക്കും സംഭവം കൊള്ളാം എന്ന് തോന്നിട്ട് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് തോന്നുന്നു 300 എങ്ങോട്ടാണെന്ന് തോന്നുന്നു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് ഞാൻ മേടിച്ചത് ഐ തിങ്ക് നമ്മുടെ അട്ടക്കുളങ്ങര രാമാന്ത്രി എന്നാണെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി മിക്ക പ്രോഡക്ട്സും ഓൺലൈനിൽ തന്നെയാണ് മേടിക്കുന്നത്. ഇതും അങ്ങനെ മേടിക്കാൻ ഇരുന്നതാണ്. പക്ഷെ അന്ന് പിന്നെ എന്തോ ഒരു ഇതിന് പോയപ്പോഴത്തേക്കും ആൻഡ് എൻ്റെ മറ്റ് പ്ലമ്മിന്റെ കാജൽ തീർന്നു പോയി. അതിന്റെ റിട്രാക്റ്റബിൾ അതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊന്നും അതൊരു 1 ഇയർ കൂടുതലായി ഞാൻ അത് യൂസ് ചെയ്ത്. അപ്പോൾ അത് തീർന്നു. ഷൂട്ടിനൊക്കെ യൂസ് ചെയ്ത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് തീർന്നു. സോ അങ്ങനെ ഇത് മേടിച്ചു. ഇതിൽ എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പിഗ്മെന്റഡ് ആണ്. എനിക്ക് നല്ല പിഗ്മെന്റഡ് കാജൽസ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതൊരു ജെൽ ഫോമാറ്റ് ആയതുകൊണ്ട് അതിന് കുറച്ച് കോൺസും പ്രോസും എനിക്ക് തോന്നിയിട്ടുണ്ട്. മെയിൻലി ഇതിന്റെ പാക്കേജിങ് വരുന്നത് ഇങ്ങനെ. ഇത് ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ടിപ്പിലാണ് ഇതിങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. ഇതാണ് അതിന്റെ ബ്രഷ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ടിപ്പാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി ഇത് ഇച്ചിരി യൂസ്ഡ് ആവണം, അല്ലാത്തവർക്ക് മേ ബി ഇത് ഇച്ചിരി ട്രിക്കിയാണ്. സോ ഇത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ആൻഡ് ഇത് മൊത്തത്തിൽ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ദിസ് ഇസ് ദ ജെൽ ഐലൈനർ. സോ ഇത് നമുക്ക് കാണാൻ നമ്മുടെ കൺമഷിയുടെ ഒക്കെ ആ കൺസിസ്റ്റൻസി പോലെ തന്നെ ഇരിക്കും, ജെൽ ഇതായതുകൊണ്ട്. സോ അതുപോലത്തെ ടെക്സ്ചർ തന്നെയാണ്. സോ ഇതിൽ നമ്മുടെ ആ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. ആൻഡ് മുകളിലും താഴെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ സിസ്റ്ററിലും എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂസ് ചെയ്ത് അത് അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഞാൻ നോർമൽ കാജൽസ് യൂസ് ചെയ്തിട്ട് എനിക്ക് ജെൽ ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും ഇച്ചിരി സ്വിച്ച് ഓൺ ചെയ്യാൻ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നുള്ള ചെറിയൊരു ഇഷ്യൂ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നു യൂസ് ചെയ്ത് കുഴപ്പമില്ലായിരിക്കാം. കാരണം ഇതിപ്പോ റീസെന്റ് ബൈ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു 2 വീക്സ് ഒക്കെ വരത്തേ ഉള്ളൂ ഞാൻ മേടിച്ചിട്ട്. സോ ഞാൻ മുകളിലും താഴെയും യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ഇച്ചിരി ട്രിക്കിയാണ്. കറക്റ്റ് ആയിട്ട് അതിനെ പിടിക്കുന്ന രീതിയും അല്ലെങ്കിൽ ആ ഒരു ഫേസ് ഡ്രോ ചെയ്യുന്ന ഫേസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് സമാധാനപരമായിട്ട് ചെയ്താൽ മേ ബി അത് ഓക്കെ ആണ്. പക്ഷെ പെട്ടെന്ന് മേ ബി ചെയ്യാൻ ഓക്കെ ആണോ എനിക്ക് അത് അതാണ് ഞാൻ മേ ബി ഞാൻ യൂസ് ടു അല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ കാജലും ലിക്വിഡ് ഐലൈനേഴ്സിന്റെയും ആളാണ്. പണ്ട് തൊട്ടേ അതാണ് യൂസ് ചെയ്യുക. ലാക്മി, ഡാസ്ലർ ഇതൊക്കെയാണ് പണ്ട് തൊട്ട് ലിക്വിഡ് ഐലൈനർ അതാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. സോ അതുകൊണ്ട് അത് യൂസ് ചെയ്ത് അത് പെട്ടെന്ന് നമുക്ക് ഷടപടയിൽ നിന്ന് തീർത്തിട്ട് പോകാനുള്ള ഇത് യൂസ് ടു ആയി. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇനി അതുപോലെ വരും. കഴിഞ്ഞ ഷൂട്ടിന് ഞാൻ ഇതായിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആകുന്നു എന്ന് തോന്നി. ഞാൻ പറഞ്ഞ മേ ബി യൂസ് ചെയ്തത് ഓക്കെ ആവുമായിരിക്കും. പക്ഷെ പ്രോഡക്റ്റ് പിന്നെ എന്റെ കയ്യിൽ ഒരു ബ്രൗൺ കാജലുണ്ട്. ഇത് ഡിസ്ഗൈസ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. ഇതെനിക്ക് തോന്നി ഇപ്പോൾ ഒരു 1 ഇയർ വരും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ബ്രൗൺ കാജൽ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും എന്ന് കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ട്രൈ ചെയ്യാൻ വാങ്ങിച്ചതാണ്. ആൻഡ് ഇത് ഓൾസോ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര ഡ്രൈയിങ് ആണ് ഐസിന്. സോ അതെനിക്കിതൊരു നെഗറ്റീവ് ആയിട്ട് തോന്നി. അല്ലാണ്ട് ദിസ് ഇസ് ഓക്കെ. ഇതിന്റെ MRP എത്രയൊന്നും അറിയത്തില്ല. കാരണം 1 ഇയർ ആയതുകൊണ്ട് ഇതിന്റെ ഔട്ടർ പാക്കേജിംഗിലാണ് സാധനം, ഒന്നും പെട്ടില്ല. സോ ദിസ് ഇസ് നൈസ്, ദിസ് ഇസ് ഗുഡ്. അത്യാവശ്യം പിഗ്മെന്റഡും ആണ്, നല്ലതാണ്. പക്ഷെ കണ്ണിൽ എഴുതുമ്പോൾ ഈ ഒരു കറക്റ്റ് പിഗ്മെന്റേഷൻ കിട്ടുമെന്നുണ്ട്. റിമൂവ് ചെയ്യാൻ ഇച്ചിരി പാട് പോലെ എനിക്ക് തോന്നി കണ്ണിൽ. സോ
ഇത് നല്ലതാണ്. ഇതിന് പകരം നമ്മുടെ ഐ ഷാഡോ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ലൈൻ ചെയ്യാൻ പോകുള്ളൂ. സോ ഇത് നിർബന്ധമായിട്ട് വേണമെന്നില്ല. പിന്നെ ഷൂട്ട്സിന് ചിലപ്പം നമ്മൾ മോഡേൺ ഡ്രസ്സോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ഭയങ്കര പിഗ്മെന്റഡ് പ്രോഡക്ട്സ് ഇടുമ്പോൾ അത് ഭയങ്കര എടുത്ത് കാണിക്കുന്നുള്ളൂ തോന്നും. സോ അതിനേക്കാളും ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ. അതുകൊണ്ടാണ് അങ്ങനെ അതുകൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. സോ സോ അതാണ് ബ്രൗൺ ഒരു കാജൽ. ആൻഡ് എഗെയിൻ വേറൊരു ബ്രൗൺ കാജലുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 2 years ആയി കാണും തോന്നുന്നു. ഇത് സൂഡിയോന്ന് മേടിച്ചതാണ്. ആ ബ്രൗൺ കാജൽ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. പക്ഷെ ഇത് എനിക്ക് അബദ്ധം, ഇത് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസ്ഗ്രേസിനെ മേടിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് ഒരു ഷിമറി ഫിനിഷ് ആണ്. തീർന്നോ? ഇതൊരു കണ്ടോ ഷൈനിങ് ഷിമറി ഫീൽ ആണ്. അപ്പൊ ഇതൊരു കറക്റ്റ് നമുക്ക് ആ ഒരു ബ്രൗൺ ഇത് കിട്ടത്തില്ല. ഇത് നമുക്ക് ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഐ തിങ്ക് ഇത് കുറച്ചുകൂടെ നമുക്ക് ഐ ഷാഡോ ലെവലിലോട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്യാൻ മേ ബി കൊള്ളാം. അല്ലാണ്ട് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഡെയിലി പർപ്പസിന് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്ക് ഷൂട്ടിനാണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാറ്റ് ബ്രൗൺ ആണ് കുറച്ചുകൂടെ നല്ലത്. സോ അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. ഇത് ഷിമർ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഓക്കെ ആയിരിക്കും മേടിച്ചതിന്. പക്ഷെ എനിക്ക് പ്രൈസ് റേഞ്ചിന് കുഴപ്പമില്ല. ഐ തിങ്ക് 75 rupees സംതിങ്ങേ ഉള്ളൂ. സോ അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഗുഡ്. ആൻഡ് ഇതിന്റെ ഷിമറും നൈസ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഷിമറി ഐ ഷാഡോ ഫിനിഷിന് അല്ലെങ്കിൽ അങ്ങനത്തെ ലൈൻ ചെയ്യാനൊക്കെ ലിക്വിഡ് ഐലൈനറും എനിക്കുണ്ട്. അത് ഗോ ടു സാധനമാണ്, എനിക്ക് മാറ്റാൻ പറ്റും തോന്നുന്നില്ല. പണ്ട് തൊട്ടേ ശീലിച്ചതുകൊണ്ട്. അത് എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്നത് സൂഡിയോടതായിരുന്നു. അത് കഴിഞ്ഞു. അതെനിക്കൊന്ന് 2 years ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ബൈ ചെയ്തതാണ് ഇൻസൈഡ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലിക്വിഡ് ഐലൈനർ ആണ്. ഇതും അത്യാവശ്യം പിഗ്മെന്റും കാര്യമൊക്കെ തന്നെയാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തോളൂ. കാരണം പുതുതായിട്ട് മേടിച്ചോണ്ട് യൂസ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ എത്ര ലോങ് ലാസ്റ്റിംഗ് ആണ് അതൊക്കെ എനിക്ക് ഇനി അറിയാൻ പറ്റും. നോക്കാം, കമ്മിങ് ഗെറ്റ് റെഡി വീഡിയോസ് അല്ലെങ്കിൽ ഷൂട്ടിനൊക്കെ യൂസ് ചെയ്ത് ലെറ്റ് സീ. സോ പിന്നെ ഇൻസൈഡ് കോസ്മെറ്റിക്സ് എനിക്ക് തോന്നിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ എല്ലാ മേക്കപ്പ് റേഞ്ചും അഫോർഡബിൾ ആണ്. ലൈക്ക് ഒരു അണ്ടർ 200 അല്ലെങ്കിൽ 200 സംതിങ്, അണ്ടർ 300 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഒരുവിധം എല്ലാ പ്രോഡക്ട്സും കിട്ടും. അതുപോലെ ഐ തിങ്ക് ബ്ലൂ ഹെവനും അത്യാവശ്യം അഫോർഡബിൾ ആണ് ആൻഡ് നല്ലതാണ്. എഗെയിൻ ഒരു ബ്രൗൺ ഐലൈനർ ഉണ്ട്. ഇതെനിക്ക് തോന്നി ഇപ്പോൾ ഒരു 1 year വരുമായിരിക്കാം. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രൗൺ കാജൽ മേടിച്ചത്, ബ്രൗൺ ഐലൈനർ കൂടെ നാച്ചുറൽ ഫിനിഷ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് മേടിക്കാൻ. ആൻഡ് ദിസ് ഇസ് സോ ഗുഡ്. ഇത് ബെല്ല വിറ്റ ഓർഗാനിക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. എനിക്കിത് ഭയങ്കര നാച്ചുറൽ ഫിനിഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ജീൻസ് ടോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ മോഡേൺ ഡ്രസ്സ് ഒക്കെ ഇടുമ്പോൾ ഈ ഐലൈനർ ബ്ലാക്ക് ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ലുക്ക് ആയിരിക്കില്ല. അപ്പൊ നമുക്കൊരു മോഡേൺ ഫിനിഷിന് നമ്മളൊരു സാധനം ചെയ്തു എന്നാൽ ചെയ്തില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നതാണ്. എനിക്ക് ഈ ബ്രൗൺ ഐലൈനേഴ്സ് അല്ലെങ്കിൽ കാജൽ, ബ്രൗൺ ഐ ഷാഡോ ഇതെല്ലാം കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഫിനിഷ് നമുക്ക് തരും. ബ്രൗൺ ഐബ്രോ ജെൽ, ഐബ്രോ പെൻസിൽ അതൊക്കെ നമുക്ക് ആ ബ്ലാക്കിന്റെ ഒരു പിഗ്മെന്റേഷൻ തരാതെ നിങ്ങൾ ചെയ്ത് കണ്ണ് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ എഴുതിയിട്ടില്ല അങ്ങനത്തെ രീതിയിലുള്ള ഒരു നോ മേക്കപ്പ് ഫിനിഷ് നമുക്ക് തരും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് എങ്ങനെയോ ഈ ഭാഗം പൊട്ടിപ്പോയി, എങ്ങനെയെന്ന് അറിയത്തില്ല. സോ ഇത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സൂക്ഷിച്ച് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അതും പണിയാണ്. അപ്പോൾ യെസ്, കാജൽ ഐലൈനേഴ്സ് ഒക്കെ അത്രേ ഉള്ളൂ. രണ്ട് പ്രോഡക്റ്റ്, 2 ബ്രൗൺ 2 ബ്ലാക്ക്. മൂവിങ് ബാക്ക് ടു നമ്മുടെ ഐബ്രോ പെൻസിലും ഈ പറഞ്ഞ പോലെ എൻ്റെ 2 എണ്ണം ഉണ്ട്. ഒരു ബ്രൗൺ ആൻഡ് ഒരു ബ്ലാക്ക്. സോ ഇതെല്ലാം വളരെ ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. റേറ്റ് കുറഞ്ഞു, വളരെ റേറ്റ് കുറഞ്ഞ് ഇതിനൊക്കെ എത്രയോ വർഷങ്ങളായി കേട്ടോ. ഇത് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇതിനും കാണുമായിരിക്കും. എനിക്ക് ഇതൊക്കെ ദൂരെ കളയാനുള്ള സമയമായി. കാരണം മേ ബി 4-5 years ആയി കാണും. സോ ഞാനത് രണ്ടും യൂസ് ചെയ്യും. കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര അൺനാച്ചുറൽ ഫിനിഷ് ആണ് ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാനും അറിയാം, കുഴപ്പമില്ല. പണ്ടോട്ട് ശീലിച്ചുകൊണ്ടായിരിക്കും പിന്നെയാണ് ഞാൻ ബ്രൗണിലോട്ട് വരുന്നത്. സോ രണ്ടും എനിക്ക് ഓക്കെ ആണ് ഹാൻഡിൽ ചെയ്യാൻ. ചിലവർക്ക് പെൻസിൽ അല്ലാതെ ജെൽ ഐബ്രോ ലൈനേഴ്സ് പോലത്തെ ഇതായിരിക്കും യൂസ് ടു. എനിക്ക് അത് യൂസ് ടു അല്ല. ഞാൻ പണ്ടോട്ടെ ഐബ്രോ പെൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഓക്കെ ആണ് എനിക്ക്. ഞാൻ ജെൽ അല്ലെങ്കിൽ പൗഡർ ഫിനിഷുള്ള പ്രോഡക്ട്സ് ഐബ്രോസിന് യൂസ് ചെയ്തിട്ടില്ല. പെൻസിൽസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ ത്രെഡ് ചെയ്ത് എനിക്ക് ഫില്ല് ചെയ്യണമെന്ന് തോന്നുന്ന ടൈമിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഐബ്രോസിൽ. ഇതുപോലെ ആയിരിക്കും യൂസ് ചെയ്യണം എന്ന് തോന്നുന്ന ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കുറെ ഗ്യാപ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. കാരണം ത്രെഡ് ചെയ്ത് കുറെ വർഷങ്ങളായല്ലോ. അപ്പം കുറെ ഗ്യാപ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ സംസാരിച്ച് ഒരുപാട് സമയം ആയതുപോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി 1-2 പ്രോഡക്ട്സ് കൂടെ ഉണ്ട്. അതായത് ഇനി നമുക്ക് വരാൻ പോകുന്ന മെയിൻ കാര്യം കണ്ണിൽ എന്താണ്, ഐ ഷാഡോസ് ആൻഡ് മസ്കാര. സോ അത് ഒരുപാടൊന്നും ഇല്ല, ഇപ്പൊ കാണിച്ച ലെവലൊക്കെ തന്നെ ഉള്ളൂ. സോ അത് ഞാൻ ഇനി ഒരുപാട് സംസാരിക്കേണ്ടി വന്നാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് ഭയങ്കര ബോറായി. സോ അതുകൊണ്ട് ഇതിന്റെ തന്നെ പാർട്ട് 2 ആയിട്ട് ഉടനെ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. വൺസ് അഗൈൻ വിഷിംഗ് യു ഓൾ എ വെരി 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 ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ചുപൊളിച്ച് അടിപൊളിയായിട്ടിരിക്കുക. സോ ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്ത വൺ ഓഫ് ദ വീഡിയോ ആണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് അപ്കമിംഗ് ഡേയ്സിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.
കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒക്കെ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ കേട്ടോ. ആൻഡ് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ യാ, അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് നെക്സ്റ്റ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ.